ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് z ടെൻഡിങ് ടു 1 z റേസ് ടു 1/3 മൈനസ് 1/z റേസ് ടു 1/6 മൈനസ് 1. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. ലിമിറ്റ് z ടെൻഡിങ് ടു 1 z റേസ് ടു 1/3 മൈനസ് 1 ഡിവൈഡ് ബൈ z റേസ് ടു 1/6 മൈനസ് 1. വേരിയബിൾ എക്സിന് പകരം z ആണ് അല്ലേ? സാധാരണ എക്സ് അല്ലേ നമ്മൾ ഉപയോഗിക്കാറ്. അത് കുഴപ്പമില്ല, വേരിയബിൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഒരു നമ്പറേ വരുള്ളൂ. എക്സിന് പകരം സെഡോ ലാംഡയോ വൈയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആൻസർ ഒരു നമ്പറാണ്. ലിമിറ്റ് z ടെൻഡിങ് ടു 1 z റേസ് ടു 1/3 മൈനസ്, ഇതിന് മുമ്പത്തെ പ്രോബ്ലങ്ങളിൽ പറഞ്ഞിരുന്നു, ഇവിടെ വേരിയബിളിൻ്റെ പവർ എന്താണോ അതേ പവർ തന്നെ ഇവിടെയും വരണം. ആദ്യം അങ്ങനെ ആക്കണം. ഇവിടെ റേസ് ടു 1/3 ആണ്, അപ്പോൾ ഇവിടെയും റേസ് ടു 1/3 വരണം അല്ലേ? 1നെ നമുക്ക് 1 റേസ് ടു 1/3 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. കാരണം 1 റേസ് ടു എന്ത് വന്നാലും 1 ആണ്, നമുക്കറിയാം. 1 റേസ് ടു 1/3 ചെയ്താൽ 1 ആണ്. പവർ മാച്ച് ആവുന്ന രീതിയിലാക്കണേ. താഴെ z റേസ് ടു 1/6 ആണ്, ഇവിടെ പവർ 1/6 ആണല്ലേ, അപ്പോൾ ഇവിടെയും പവർ 1/6 വരണം. 1നെ നമുക്ക് 1 റേസ് ടു 1/6 എന്ന് എഴുതിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ലല്ലോ. 1 റേസ് ടു എന്ത് വന്നാലും 1 അല്ലേ? ഇത് ഏത് ഫോമിൽ വരുന്നുണ്ടെന്ന് അറിയാവോ? എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n. എക്സിന് പകരം z, അത് കുഴപ്പമില്ല. എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ. എക്സ് മൈനസ് എ ഇല്ല അല്ലേ? ഒരു കാര്യം ചെയ്യേ, ഇവിടെ തന്നെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞുതരാം. മോളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു z മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ലല്ലോ. എന്തിനാണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോഴേ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് z ടെൻഡിങ് ടു 1, ഇവിടെ ഡിവൈഡ് ബൈ z മൈനസ് 1 അല്ലേ? ഇവിടെ എഴുതട്ടെ, z റേസ് ടു 1/3 മൈനസ് 1 റേസ് ടു 1/3 ഡിവൈഡ് ബൈ z മൈനസ് 1. താഴെ z മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. z റേസ് ടു 1/6 മൈനസ് 1 റേസ് ടു 1/6 ഡിവൈഡഡ് ബൈ z മൈനസ് 1. മുകളിലും താഴെ നമ്മൾ z മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇത് ഏത് ഫോമാണെന്ന് അറിയാവോ? ഓർമ്മയുണ്ടല്ലോ, തിയറം ഓർമ്മയുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതാം. നമ്മൾ പഠിച്ച തിയറം ഏതായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. ഇങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് മുകളിലും താഴെ വന്നിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? സെഡിന് പകരം എക്സ് എന്ന് വായിച്ചോ. എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. n എന്ന് പറഞ്ഞാൽ 1/3 ആണ്. n പവർ അല്ലേ? n ഇൻറ്റു എ റേസ് ടു എ 1 ആണല്ലോ. n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 1/3 മൈനസ് 1 ബൈ താഴെയും ഇതേപോലെ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ, താഴെയും n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. n എന്ന് പറഞ്ഞാൽ 1/6 ആണ്. ഇൻറ്റു എ റേസ് ടു n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. 1 റേസ് ടു എന്ത് വന്നാലും 1 ആണ്. വെറുതെ ഇത് ഫ്രാക്ഷൻ മൈനസ് ചെയ്ത് സമയം കളയണ്ട. 1 റേസ് ടു പോസിറ്റീവ് ആയാലും സാരില്ല, നെഗറ്റീവ് ആയാലും സാരില്ല. 1 റേസ് ടു എന്ത് വന്നാലും 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 1/3 ഇൻറ്റു 1 എന്ന് വായിക്കാം. 1/3. അതേപോലെ ഇവിടെയുണ്ട് 1/3 റേസ് ടു സംതിങ് അല്ലേ? ഇത് 1 ആയിരിക്കും. താഴെ 1/6. ശരിയല്ലേ?
ഇനി അറിയാലോ ചെയ്യാനായിട്ട്. 1/3 ഇൻറ്റു മൾട്ടിപ്ലൈയിങ് വിത്ത് റെസിപ്രോക്കൽ 6/1 2 ആണ് ആൻസർ വരുന്നത്.